കയറുന്നതല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? ഇതൊക്കെ നമുക്ക് എടുക്കാൻ പറ്റത്തില്ലല്ലോ. ഇത് യഥാർത്ഥ വില 5200 രൂപയാണ്. ഇതിൻ്റെ യഥാർത്ഥ വില. ഇതാണ് സർക്കാരിൻ്റെ പഞ്ചായത്തിൻ്റെ സബ്സിഡിയോട് കൂടി നമുക്ക് 430 രൂപയ്ക്ക് കിട്ടുന്നത്. അപ്പം ആ ഒരു ഗൗരവത്തോടു കൂടി നമ്മൾ വീട്ടിൽ കൊണ്ട് ഉപയോഗിക്കണം. കറക്റ്റായിട്ട് നമ്മൾ പറയുന്ന വേസ്റ്റ് മാത്രം ഇടണം. വേറെ സാധനങ്ങളൊന്നും ഇട്ട് വെക്കരുത്. അരിയും പച്ചക്കറിയും എന്നീ സാധനങ്ങളൊന്നും ഇട്ട് വെക്കരുത്. വേസ്റ്റ് മാത്രം ഇടുക. പേപ്പറും ചിരട്ടയും പ്ലാസ്റ്റിക് ഒഴിച്ചിട്ട് ബാക്കി വീട്ടിൽ നമ്മൾ വരുന്ന ജൈവ മാലിന്യങ്ങൾ എല്ലാ സാധനങ്ങളും ഇതിനകത്തിട്ടിട്ട് നമുക്കത് കമ്പോസ്റ്റാക്കി എടുക്കാൻ പറ്റും. അപ്പം മീനിൻ്റെ വേസ്റ്റ്, ഇറച്ചിയുടെ വേസ്റ്റ്, പച്ചക്കറി വേസ്റ്റ്, ചക്കയുടെ കൊണ്ട് അതിൻ്റെ വേസ്റ്റ് എല്ലാ സാധനങ്ങളും നമ്മൾ ഇതിനകത്തിട്ടിട്ട് ഒരു 40 ദിവസം ചേർന്നാൽ പുഴുവുണ്ടാകാതെ സ്മെല്ല് വരാതെ വേസ്റ്റ് വാട്ടറിൻ്റെ പ്രോബ്ലം ഉണ്ടാകാതെ നമുക്കത് കറക്റ്റായിട്ട് കമ്പോസ്റ്റായിട്ട് കിട്ടും. അപ്പം തോന്നിയിലെ പഞ്ചായത്തിൽ ഏകദേശം 1500 ബിന്നാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഫേസായിട്ട് നമ്മളൊരു 390 ബിന്നോളം കൊടുത്തിട്ടുണ്ട്. ഒരു മാസം ആകുന്നു. ഇതുവരെ ആരും കംപ്ലൈൻ്റ് ഒന്നും വിളിച്ച് പറഞ്ഞിട്ടില്ല. പുഴുവാണോ പ്രശ്നമാണോ എന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ പറയുന്നതിലോട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിച്ചൻ്റെ അകത്തോ വർക്ക് ഏരിയയിലോ ഒക്കെ വെച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റും. വെയിൽ കൊള്ളരുത്, മഴയായിട്ട്. അതുപോലെ നമ്മൾ ഈ പറയുന്നത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വർക്ക് ഏരിയയിലോ കിച്ചൻ്റെ അകത്തിലോ ഇപ്പം വേറെ ടെറസിൻ്റെ മേലയിലൊക്കെ വെച്ചിട്ട് യൂസ് ചെയ്യാം. വെയിൽ പൊടിഞ്ഞു പോകുന്നതല്ല. ഇതിൻ്റെ അകത്ത് ഈ ചാക്കിൻ്റെ അകത്ത് ഇതെല്ലാം ഇതാണ്. അതിൻ്റെ അകത്ത് സൂക്ഷ്മാണുക്കളാണ്, ബാക്ടീരിയാസ് പോലുള്ള സൂക്ഷ്മാണുക്കളാണ്. ഓർഗാനിക്കാണ്, കെമിക്കലാണ്. അത് ഒത്തിരി ഹീറ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തുനിന്ന് ഹീറ്റ് അടിക്കാൻ വേണ്ടി അത് ചത്തു പോകും. ഈ കമ്പോസ്റ്റിംഗ് പ്രോസസ്സ് നടക്കത്തില്ല. ഇത് റീസൈക്കിൾ പ്ലാസ്റ്റിക് അല്ല, അങ്ങനെ പൊട്ടിപ്പോകും പറ്റത്തില്ല. പോളിപ്രൊപ്പലൈൻ എന്ന് പറയുന്ന ഐറ്റില്ല. നമുക്ക് കാണുമ്പോൾ തന്നെ ഇതിൻ്റെ ക്വാളിറ്റി മനസ്സിലാവും. നേരത്തെയൊക്കെ ബിന്ന് ഉപയോഗിച്ചിട്ടുണ്ടാകും, ബയോ ബിൻ അതുപോലത്തെ ബിന്നുകളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാകും. അതെല്ലാം സിംഗിൾ ലെയർ ആയിരിക്കും. ഇത് ഡബിൾ ലെയറാണ് വരുന്നത്. അപ്പോൾ വേസ്റ്റ്, ഞാൻ പറഞ്ഞ വേസ്റ്റ് എല്ലാം നമുക്ക് ഇതിനകത്ത് ഇടാൻ പറ്റും. വേസ്റ്റ് കളക്ട് ചെയ്ത് വെക്കുക. കളക്ട് ചെയ്ത് വെച്ചിട്ട് വൈകിട്ട് കൊണ്ടിരുന്നായിരിക്കും നല്ലത്. അല്ലെങ്കിൽ രാവിലെ കുറച്ച് വേസ്റ്റ് ഇട്ടു, ഉച്ചയ്ക്ക് കുറച്ച് വേസ്റ്റ് ഇട്ടു, വൈകിട്ട് കുറച്ച് വേസ്റ്റ് ഇടുമ്പോഴത്തേക്ക് ഈ പൊടിയുടെ ഉപയോഗം നമുക്ക് കൂടും. അപ്പം അതുകൊണ്ട് വേസ്റ്റ് കളക്ട് ചെയ്ത് വയ്ക്കുക. ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിൽ കളക്ട് ചെയ്ത് വയ്ക്കുക. അതിനടിയിൽ ഒരു 10 ഹോൾസ് ഇട്ട് വെക്കുക. എന്നിട്ടത് മേലെ നിന്ന് അടച്ചും വെക്കണം. അല്ലെങ്കിൽ ഈച്ചയുമായിട്ട് കോണ്ടാക്ട് വന്നിട്ട് ഈച്ചയുടെ മുട്ടയും കൂടെ ആയിരിക്കും നമ്മൾ ഇതിനകത്ത് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് ആ കണ്ടെയ്നറിൻ്റെ അതിൽ നമ്മൾ അടിയിലൊരു 10 ഇട്ടിട്ട് അത് വാഷ് ബേസിനിലോ അല്ലെങ്കിൽ ഒരു ബക്കറ്റിൻ്റെ മണ്ടയ്ക്കോ എല്ലാം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈകിട്ടാകുമ്പോഴത്തേക്ക് ആ വെള്ളം എല്ലാം ഡ്രെയിൻ ആയെന്ന് പറ്റുള്ളൂ. വൈകിട്ടിൻ്റെ അതിൽ കൊണ്ടിട്ടാൽ മതി. അപ്പം ഇത് ഒരു കുടുംബത്തിന് കിട്ടുന്നത് ഈ ഒരു ബിൻ സിസ്റ്റവും ഈ ഒരു ചാക്ക് ഇനോക്കുലം എന്നാണ് ഇതിൽ പറയുന്നത്. ഈ ഒരു ചാക്ക് ഇനോക്കുലം ഇതൊരു 3 മാസം എടുക്കും. ഇതൊരു നമ്മൾ ഒരു ബിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ബേസ് പ്ലേറ്റ് എന്ന് വേണമെങ്കിൽ പറയുന്നത്. ഈ ബേസ് പ്ലേറ്റിൽ നിന്നാണ് ഒരു ബിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ബേസ് പ്ലേറ്റിൽ ഇവിടെ ഒരു കുഴിവുണ്ടാവും. കണ്ടോ ഈ കുഴിവ് തേണ്ടി ഈ ഒരു ഫസ്റ്റ് ആദ്യത്തെ വെട്ടില്ലേ, എൻ്റെ കൈ താഴെയിരിക്കണം. ആ വെട്ടിലേക്ക് നമ്മളൊരു 3/4 ഇഞ്ച് കനം കാണും. ആ 3/4 ഇഞ്ച് കനത്തിലേക്ക് നമ്മൾ ഈ പൊടി ഇടുക. അത് ചകിരിച്ചോറും മൈക്രോ റെഡിയാക്കുന്നത്. അതിലൊരു ഫിൽറ്റർ കാണാം, ഒരു അരിപ്പ പോലത്തെ ഒരു പാത്രം. ഈ ഒരു കുഴിവുണ്ട്, കേർവ് ഷേപ്പുണ്ട്. ഈ ഷേപ്പ് താഴോട്ട് തന്നെ ഇരിക്കണം, തിരിച്ചു വയ്ക്കരുത്. ഈ കുഴിവ് താഴോട്ട് ഇരിക്കണം. കണ്ടില്ലേ, ഒരു ലോക്ക് പോലെ ഉണ്ട്. ഹാൻഡിൽ മേലെ വരുന്ന ഭാഗം ഹാൻഡിൽ മേലേക്ക് തന്നെ ഇരിക്കണം. ഇവിടെ ഒരു പിടിയുണ്ട്.
ആ ഭാഗം മേലേക്ക് തന്നെ ഇരിക്കണം. ബേസ് പ്ലേറ്റിൽ പൊടി ഇട്ടു, ഇതിൻ്റെ മേലേക്ക് പൊടി ഇട്ടു, സെറ്റ് ചെയ്ത് വെച്ചു. ഇത് നമ്മൾ ഈച്ചമായിട്ട് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ഈ ഡബിൾ ലെയർ കൊടുക്കുന്നത്. സിംഗിൾ ലെയർ ആണെങ്കിൽ നമ്മൾ അടച്ചു വെച്ചാലും ഈച്ച അതിൻ്റെ കൊമ്പ് വെച്ചിട്ട് മുട്ട കുത്തിയതിൻ്റെ അകത്തോട്ട് അങ്ങനെയാണ് ഒഴിവാക്കുന്നത്. വേണമെങ്കിലും വെക്കാം. ഈ രണ്ട് പീസും ഓരോന്നേ കാണത്തുള്ളൂ. ഏത് ബിന്നാണോ നമ്മൾ ഉപയോഗിക്കുന്നത് ആ ബിന്നിലേക്കാണ് ഈ രണ്ട് പീസും. അപ്പോൾ ഇതിനകത്ത് ചെറിയൊരു ബൾജിങ് ഉണ്ട്, കണ്ടില്ലേ? ഒരു ചെറുതായിട്ട് തല്ലി നിൽക്കുന്ന ഭാഗം കണ്ടില്ലേ? ഈ ഭാഗം താഴോട്ട് വന്നു. ആ ബൾജിങ് ഉള്ള ഭാഗം താഴെ നിൽക്കണം. വെച്ചു, ഈ ടോപ്പ് വെച്ചിട്ട് അടച്ചു പോകും. അപ്പോൾ ഫസ്റ്റ് ബിന്ന് നമ്മൾ വേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് റെഡിയായി. ബേസ് പ്ലേറ്റിൽ പൊടി ഇട്ടു, ഫിൽറ്ററിന് മേലേക്ക് പൊടി ഇട്ടു. അപ്പോൾ ഫസ്റ്റ് ഡേ നമ്മൾ വേസ്റ്റ് ഇടുകയാണ്. ഫസ്റ്റ് ഡേ ഞാൻ പറഞ്ഞതിനോട്ട് വേസ്റ്റ് കളക്ട് ചെയ്ത് വെച്ചു. കളക്ട് ചെയ്ത് വെക്കുന്ന വേസ്റ്റ് അടച്ച് തന്നെ വെക്കണം. വൈകിട്ട് കൊണ്ട് അന്ന് 2 കേസ് ചുളങ്ങോ വൈകി നമ്മൾ 2 വേസ്റ്റ് കൊണ്ടിട്ട് നിരത്തി ഇടണം. കൂന കൂട്ടിയിടരുത്, നിരത്തി ഇടുന്നു. അതിൻ്റെ മേൽ ഒരു 2 കൈ പൊടി ഇടുന്നു, നിരത്തി ഇടുന്നു, പ്രോപ്പറായിട്ട് അടച്ച് വയ്ക്കുന്നു. ഈ വേസ്റ്റ് ഒന്ന് കവർ ചെയ്യത്തക്ക രീതിയിൽ പൊടി ഇട്ട് കൊടുക്കാം. പൊടി ഒത്തിരി കുറയരുത്, കുറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്മെല്ല് വരാൻ തുടങ്ങും, ഇതാവും. അപ്പം വേസ്റ്റിന് മേലേക്ക് നമ്മൾ പൊടി ഇട്ടു പ്രോപ്പറായിട്ട്. ഇത് വേസ്റ്റ് ഇടാൻ നേരത്ത് മാത്രമേ തുറക്കാവൂ. ഇത് ഓർഗാനിക്കാണ്, കെമിക്കലല്ല. ഗ്രേഡ് ചകിരിച്ചോറും പിന്നെ മൈക്രോബ്സ്, നമ്മൾ ഈ തൈരൊക്കെ എത്ര കൂടിയാലും പൊടിയുടെ അളവ് വേസ്റ്റ് ആണ് ഞാൻ പറയാം. അപ്പം സെക്കൻഡ് ഡേ വേസ്റ്റ് നമ്മൾ ഇട്ടു, പൊടി ഇട്ടു. ചിലപ്പോൾ ഗസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ 1 കിലോ വേസ്റ്റ് കാണും ഒരു ദിവസം. ക്ലിയർ ആയോ? അപ്പോൾ ഗസ്റ്റൊക്കെ ഉള്ള ദിവസമാണെങ്കിൽ നമ്മൾ ആ വേസ്റ്റ് കൊണ്ടിടുമ്പോഴത്തേക്ക് 1 കിലോ വേസ്റ്റ് കാണും. ഒരുമിച്ച് കൊണ്ടിടാതെ ഇത് കളക്ട് ചെയ്തിരിക്കുന്ന വേസ്റ്റ് വൈകിട്ട് നമ്മൾ ലെയർ ബൈ ലെയർ ആയിട്ട് ഇടുക. കുറച്ച് വേസ്റ്റ് ഇട്ടു, കുറച്ച് പൊടി ഇട്ടു, അങ്ങനെ ഈ സാൻഡ്വിച്ച് പ്രോസസ്സ് ഇടുക. അല്ലെങ്കിൽ ആ വേസ്റ്റ് കൂന കൂട്ടി കിടക്കുകയും ചെയ്യും. എല്ലായിടത്തും ഇത് ചെല്ലത്തില്ല, പൊടി ചെല്ലത്തില്ല, എയർ സർക്കുലേഷൻ കറക്റ്റായിട്ട് നടക്കത്തില്ല. അപ്പോൾ വേസ്റ്റിൻ്റെ അളവനുസരിച്ചിട്ട് പൊടിയുടെ അളവും ഈക്വലായിട്ട് പോകണം, അല്ലെങ്കിൽ സ്മെല്ലുണ്ടാകും. അപ്പോൾ ഇതാണെങ്കിൽ ക്ലിയർ ആണ്. അല്ലല്ലോ, ഒരു ദിവസം കൂന കൂട്ടി ഇടുകയെന്ന് പറഞ്ഞാൽ കൂന കൂട്ടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എല്ലായിടത്തും ഈ പൊടി ചെല്ലത്തില്ല. അപ്പോൾ അതിന് പകരമാണ് നമ്മൾ ലെയർ ബൈ ലെയർ ആയിട്ട് കുറച്ച് വേസ്റ്റ് ഇടുക, അതിൻ്റെ മണ്ടയ്ക്ക് കുറച്ച് പൊടി. ഗസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് വേസ്റ്റ് കൂടുതലാണ്, അപ്പോൾ ലെയർ ബൈ ലെയർ ആയിട്ട് ഇടുക. ഇതൊരു 4 പേരൊക്കെയുള്ള ഫാമിലി ആണെങ്കിൽ ഒരു 20 ദിവസം 22 ദിവസം ആകുമ്പോഴത്തേക്ക് ഈ ബിന്ന് നിറയും. അപ്പോൾ നമ്മൾ ഈ വേസ്റ്റ് ഇങ്ങനെ നിറച്ചുകൊണ്ടിരിക്കും. ഈ ബിന്ന് നിറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ആഴ്ചയിൽ ഒരു 4 പ്രാവശ്യം ഒരു കമ്പിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഒരു 2 കൈ പൊടി ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പൊടി ചെല്ലാത്ത ഭാഗത്തും എല്ലാം പൊടി കറക്റ്റായിട്ട് ചെല്ലും. ഈ എയർ പോളിസിൽ കൂടെ എയർ കയറിയെങ്കിൽ കറക്റ്റായിട്ട് എയറേഷൻ നടന്നെങ്കിൽ ഈ പ്രോസസ്സ് കറക്റ്റായിട്ട് നടക്കത്തുള്ളൂ. ഇതൊരു 3 മാസത്തോളം ഉപയോഗിക്കാം. അത് നമ്മളെ ഇവിടെ ടെമ്പറുമായിട്ടൊക്കെ തുടങ്ങിയിട്ട് 3 മാസം ഫസ്റ്റ് പിന്നെ ഒരു 20-22 ദിവസം ആകുമ്പോഴത്തേക്ക് നിറയുന്നു. നമ്മൾ ഈ ടോപ്പും ഇത് രണ്ടും മാറ്റുന്നു. രണ്ടാമത്തെ ബേസ് പ്ലേറ്റ് എടുക്കുന്നു. ആദ്യം നമ്മൾ നിറച്ചതിൻ്റെ കൂട്ട് തന്നെ ഒരു 3/4 ഇഞ്ച് കണക്കിൽ ഇതിൻ്റെ അകത്തിൽ ഈ കുഴിവിൻ്റെ അകത്തിൽ പൊടി നിറയ്ക്കുന്നു. ഇതിൻ്റെ മേലെ വയ്ക്കുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്തിൽ വേസ്റ്റ് നിറഞ്ഞിരിപ്പുണ്ട്. അതിൻ്റെ മേലേക്കാണ് നമ്മൾ അടുത്ത സെറ്റ് മേലോട്ട് സെറ്റ് ചെയ്തുകൊണ്ട് തരിക. അതായിരിക്കും സൗകര്യം. മേളിൽ ഇരിക്കുന്നത് നമുക്ക് ആദ്യമേ താഴെ വെച്ച് ചെയ്യുന്ന പോലെ സെക്കൻഡ് ബേസ് പ്ലേറ്റ് നമ്മൾ പൊടി കൊടുത്തു. ആദ്യം നമ്മൾ ചെയ്തതിൻ്റെ കൂട്ട് തന്നെ ഈ ചെറിയ പിന്നെടുത്തു. ആ പേപ്പറിൻ്റെ മേലേക്കും ഒരു 1/2 ഇഞ്ച് കനത്തിൽ പൊടിയിട്ട് കൊടുത്തു. ഇതിൻ്റെ മേലെ വെച്ചു. ഈ ഔട്ടർ ലെയർ വെച്ചു. ഇത് തിരിച്ചു വെക്കരുത്. ഇത് വീഴാനത്തിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് ജസ്റ്റ് ഒന്ന് തിരിച്ചു.
ഫസ്റ്റ് പിന്നെ നമ്മൾ നിറഞ്ഞു, സെക്കൻഡ് ബിന്നിൽ നമ്മൾ പൊടിയിടാൻ പോകുന്നത്. പിന്നെ ഇതിൻ്റെ അകത്തിൽ ഈ പ്രോസസ്സ് നടക്കുമ്പോഴത്തേക്ക് ഏത് ബിന്നാണോ നമ്മൾ യൂസ് ചെയ്യുന്നത് ആ ബിന്നിൻ്റെ അകത്തിൽ ഒരു 40 മുതൽ 45 ഡിഗ്രി ചൂട് ഫോർമേഷൻ നടക്കും. അപ്പോൾ കുറേയൊക്കെ വെള്ളം ഈ എയർ ഹോൾസിൽ കൂടെ നമ്മൾ ഏത് ബിന്നാണോ ഉപയോഗിക്കുന്നത് എയർ ഹോൾസിൽ കൂടെ നീരാവിയായിട്ട് പോകും. ബാക്കി വരുന്നത് ഈ ടോപ്പിൽ തട്ടിയിട്ട് ഈ കുഴിവിൽ വന്ന് കിടക്കും. അതെല്ലാ ദിവസവും ഒന്ന് എടുത്ത് കളയണം. ഏത് ബിന്നാണോ നമ്മൾ യൂസ് ചെയ്യുന്നത് അതെല്ലാ ദിവസവും ഉണ്ടാവും. അത് ഈ ടോപ്പിൽ തട്ടിയിട്ട് ഈ കുഴിവിൽ വന്ന് കിടക്കും. അതെല്ലാ ദിവസവും എടുക്കുന്ന കമ്പികൾ. അത് വേസ്റ്റ് വാട്ടർ അല്ല, നീരാവി വെള്ളമാണ്. അപ്പം ഇത് നമ്മൾ സെറ്റ് ചെയ്തു. ആ ഫസ്റ്റ് പിന്നെ നമ്മൾ യൂസ് ചെയ്തതിൻ്റെ കൂട്ട് തന്നെ ഇത് യൂസ് ചെയ്യുക. 10 ദിവസം ആകുമ്പോഴത്തേക്ക് ഇത് നിറയും. ചില വീട്ടിൽ ചിലപ്പം ആൾക്കാരൊക്കെ കുറവായിരിക്കും, 2 പേരൊക്കെ കാണത്തുള്ളൂ. അപ്പോൾ ഏറ്റവും പതുക്കെ നിറഞ്ഞാൽ ഏറ്റവും നല്ല കമ്പോസ്റ്റാണ്. പതുക്കെ നിറയുകയാണെന്നുണ്ടെങ്കിൽ കുറേ ടൈം അതിന് കിട്ടും കമ്പോസ്റ്റിങ് നടക്കാൻ വേണ്ടിയിട്ട്. നല്ല കമ്പോസ്റ്റ്. അപ്പോൾ ഇത് നിറഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് മൂന്നാമത്തെ ബേസിലേക്ക് എടുക്കുന്നു. അതിൻ്റെ മേലേക്ക് പൊടിയിടുന്നു. ചെറിയ പിന്നെടുക്കുന്നു. ആ ഫിൽറ്ററിൻ്റെ മേലേക്ക് എല്ലാത്തിനും ഉണ്ട്. പിടി മേളി വരാം, തിരിച്ചു വരാം. തിരിച്ചു വരുന്ന ഇതാവും. അതാണ് ഞാൻ പ്രത്യേകം പറഞ്ഞ് പിടി പാകം മേലെ വരും. ഈ 2 പീസും ഓരോന്നേ കാണത്തുള്ളൂ. ബാക്കിയെല്ലാം 2 പീസ് വെച്ചാൽ ഇത് നമുക്ക് തിരിച്ചോ മറിച്ചോ എങ്ങനെ വേണമെങ്കിൽ ഈ ബൾജിങ് ഉള്ള ഭാഗം താഴെ നിൽക്കണം. കണ്ടോ? നമ്മളിങ്ങനെ താഴേന്ന് സെറ്റ് ചെയ്ത് ഓരോ ബിന്നും നിറച്ചുകൊണ്ട് വന്ന് 2 ബിന്നിനകത്ത് ഇപ്പോൾ സാധനം ഇരിപ്പുണ്ട്. മൂന്നാമത്തെ ബിന്ന് നമ്മൾ ആ പ്രോസസ്സ് കറക്റ്റായിട്ട് ചെയ്യുക. മൂന്നാമത്തെ ബിന്ന് ഓൾമോസ്റ്റ് നിറയാറാകുമ്പോഴത്തേക്ക് ഏറ്റവും അടിയിലുള്ളത് നല്ല ചകിരിച്ചോറ് നനഞ്ഞ ഒരു പരുവത്തിലുള്ള കമ്പോസ്റ്റായിട്ട് വെക്കുക. അപ്പോൾ ഈ രീതിയിൽ ഏറ്റവും അടിയിലുള്ളത്. അപ്പോൾ എല്ലാ ബിന്നും നമ്മൾ യൂസ് ചെയ്യുന്ന പിന്നെ ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യം 3 പ്രാവശ്യം അല്ലെങ്കിൽ 4 പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് 2 കൈ പൊടിയിട്ട് കൊടുക്കുന്നത് നല്ലതാണ്. ക്ലിയറായി? അപ്പോൾ ഇതെല്ലാം തിരിച്ച് ഇതുപോലെ ഡിസ്മാൻഡിൽ ചെയ്യുക. ഏറ്റവും അടിയിലിരിക്കുന്ന ബിന്ന് നമ്മൾ എടുക്കുക. എന്നിട്ട് അതിൻ്റെ അകത്തിലെ കമ്പോസ്റ്റ് നമുക്ക് വേണമെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ ഈ ഇനോക്കുലത്തിന് പകരമായിട്ട് യൂസ് ചെയ്യാം. ക്ലിയറായി? അത് ക്ലിയർ ആയില്ല. അപ്പം ഈ ഏറ്റവും അടിയിലുള്ള ബിന്നിൻ്റെ അതിലെ വേസ്റ്റ് കമ്പോസ്റ്റ് ആയിട്ടിരിക്കുകയാണ്. പൊടിക്ക് പകരമായിട്ട് ഒരു പ്രാവശ്യം കൂടെ യൂസ് ചെയ്യാം. അങ്ങനെ എല്ലാ ബിന്നിൻ്റെ അതിൽ ഓരോ പ്രാവശ്യം കൂടെ യൂസ് ചെയ്യാം. അപ്പൊ ആ വീണ്ടും 3 മാസം കൂടെ കിട്ടും. അതെ, ഒരു 2 മാസം കൂടെ കിട്ടും. അപ്പോൾ അതുവരെ ഇതിൻ്റെ അകത്തിൽ ഈ ബാക്ടീരിയസ് കാണും. അത് കഴിഞ്ഞാൽ ഇത് ഇനാക്റ്റീവ് ആയിപ്പോയി. അപ്പോൾ ഈ ബിന്നിൽ നമ്മൾ വേസ്റ്റ് എടുത്തിട്ട് കമ്പോസ്റ്റ് എടുത്തിട്ട് നമ്മളത് ഈ തണലത്ത് വെച്ചൊന്ന് ഉണക്കിയിട്ട് ഒരു ചാക്കിൻ്റെ അകത്തിൽ ഇട്ട് വെക്കുക. എന്നിട്ട് ഇതിന് 2 കൈ പൊടി ഇടുന്നതിന് പകരം ഇതിൽ 1 കൈ ഇടുക, ആ കമ്പോസ്റ്റ് 1 കൈ ഇടുക. മനസ്സിലായി? ക്ലിയർ ആയി? നമുക്ക് പൊടിയുടെ ഉപയോഗം കുറച്ച് മനസ്സിലായില്ല. അത് വെയിലത്ത് വെച്ച് ഉണക്കരുത്. ഈ സൂക്ഷ്മമായിട്ട് ഇനാക്റ്റീവ് ആയി തണലത്ത് വെച്ചൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. ഒരു പ്രാവശ്യം കൂടെ നമുക്കത് അല്ല പൊടി മേടിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പൊടി മേടിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല. പൊടി മേടിക്കേണ്ടതുണ്ടെങ്കിൽ ചില സ്ഥലത്ത് ആൾക്കാരൊന്നും കൃഷിക്കും പൊടി മേടിക്കാൻ ഉപയോഗിക്കാം. ഒരു പ്രാവശ്യം കൂടെ ഉപയോഗിക്കാം. സെക്കൻഡ് ടൈം അത് വളമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ ഈ പൊടിയുടെ ഉപയോഗം നമുക്ക് 1 മാസം കൂടെ എക്സ്റ്റെൻഡ് ചെയ്യും. ക്ലിയർ ആയോ? എന്നിട്ട് ആ ബിന്ന് നല്ലപോലെ വാഷ് ചെയ്യുക. ഓസിട്ട് ആ ബിന്നും ഫേസ് പ്ലേറ്റും എല്ലാം നല്ലപോലെ വാഷ് ചെയ്തിട്ട് എയർ ഹോൾസ് ഒക്കെ ഓപ്പൺ ആക്കുക. എന്നിട്ട് അതിനെ പഴയ രീതിയിൽ സെറ്റ് ചെയ്തിട്ട് ബേസ് പ്ലേറ്റിൽ പൊടി ഇട്ടിട്ട് എല്ലാം റെഡി ആക്കിയിട്ട് മേലെ കൊണ്ടുവരിക. അപ്പോൾ ഇത് 2 താഴോട്ടാണ് കിട്ടുള്ളൂ. ഇതിങ്ങനെ റൊട്ടേഷനിൽ നടക്കും. ഏറ്റവും അടിയിലിരിക്കുന്നതിന് കമ്പോസ്റ്റ് ചെയ്യാനുള്ള ടൈമും കിട്ടും. 40-45 ദിവസം ടൈമും കിട്ടും. ക്ലിയർ ആയോ? ഇതിന്റെ ഹോൾ അടയാതെ നമ്മൾ ഈ ഹോൾ ഉണ്ടെങ്കിൽ ഈ പരിപാടികളെല്ലാം നടക്കും. ഈ എയർ കറക്റ്റായിട്ട് പ്രോസസ് നടക്കണം. പിന്നെ ഇതിന്റെ ഫർദർ ഇനോക്കുലസ് സപ്ലൈ നമ്മളെല്ലാ ബിന്നിലും സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും എൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്. കുറച്ച് മിക്കവാറുള്ളവർക്ക് അറിയാൻ തോന്നുന്നുണ്ട്. അപ്പോൾ എലിയറക്കിലാണ് എൻ്റെ വീട്. ഇതിൽ ഒരു ഫസ്റ്റ് നമ്പറുണ്ട്. ഈ ബിന്നിൽ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. ആ സ്റ്റിക്കറിൽ ഫസ്റ്റ് നമ്പറിൽ കോണ്ടാക്ട്സിൽ സേവ് ചെയ്യുക.
എന്നിട്ട് വാട്സപ്പിൽ ഒരു ഹായ് അയച്ചാൽ വീഡിയോയുടെ ലിങ്ക് അന്നേരം തന്നെ വരും. അല്ലെങ്കിൽ എൻ്റെ നമ്പർ വേണമെങ്കിൽ ഞാൻ തരാം, അതൊന്ന് സേവ് ചെയ്യുക. എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ വിളിച്ചാൽ മതി. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? എല്ലാത്തിലും ലീഫ്ലെറ്റ് ഉണ്ട്. അതൊരു തിരിച്ചു മറിച്ച് വെക്കരുത്. ബേസ് പ്ലേറ്റിന് വരെ ഇത് വെക്കരുത്. ബേസ് പ്ലേറ്റ് തിരിച്ചു വെക്കരുത്. വെള്ളം ഇറങ്ങും, ഇതാവും ഒഴിവാകും. ഇപ്പൊ കറക്റ്റായിട്ട് പക്ഷെ നമ്മൾ കൊണ്ടുപോകുമ്പോ അതെല്ലാം ഇളകും. ഇപ്പൊ നമ്മൾ കൊണ്ടുപോകുന്നത് എന്തായാലും ഇത് ഡിസ്മാൻഡിൽ ചെയ്ത ഒരു രൂപത്തിലായിരിക്കും കൊണ്ടുപോകുന്നത്. അങ്ങനെ തന്നെ വീഡിയോ അയച്ചു തരാം. ആ വീഡിയോ